ആ മതത്തെ ഒരു കാരണവശാലും നമ്മൾ ഒരു സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കി മാറ്റാൻ ഒരു ഭരണഘടനയുടെ ഉന്നത സ്ഥാനീയത്തിരിക്കുന്ന ഗവർണർ ശ്രമിക്കുന്നത് ലജ്ജാകരമാണ്. അതീവ ഗുരുതരമായ ഒരു ഭരണഘടനാ പ്രശ്നമാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. കേരള സർക്കാർ ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി തികച്ചും സ്വാഗതാർഹമാണ്. കാരണം ഗവർണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രതിനിധിയല്ല, അദ്ദേഹം ഒരു മതത്തിന്റെ പ്രതിനിധിയല്ല, അദ്ദേഹം ഭരണഘടനയുടെ ഒരു ഉന്നത സ്ഥാനീയനാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനക്ക് മതമില്ല, എന്നാൽ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ പരിരക്ഷിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്.